നമസ്കാരം. ജനക്കൂട്ടത്തെ ആകർഷിക്കുകയും അനായാസമായി സംവദിക്കുകയും ചെയ്യുന്ന ഗാന്ധി കുടുംബത്തിലെ സ്വാഭാവിക രാഷ്ട്രീയക്കാരിയാണ് പ്രിയങ്ക ഗാന്ധി. സ്നേഹരാഷ്ട്രീയവും നിശ്ചയദാർഢ്യവും കൈമുതലാക്കിയ ഇന്ദിരാഗാന്ധിയുടെ ഇളമുറക്കാരി സജീവ രാഷ്ട്രീയത്തിൽ എത്തിയെങ്കിലും മത്സരരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. കുറുക്കുകൊള്ളുന്ന വാക്കുകളിലൂടെ രാഹുലിനൊപ്പം മോദിക്കും BJPക്കുമെതിരെ നിരന്തരം വിമർശന ശരമുയർത്തുന്ന പ്രിയങ്കയുടെ സാന്നിധ്യം ലോക്സഭയിൽ കോൺഗ്രസിന് കരുത്തായേക്കും. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എത്തുന്ന പ്രിയങ്ക ഗാന്ധിക്ക് ഉജ്ജ്വല വരവേൽപ്പ് നൽകാൻ ഒരുങ്ങി കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുത്തു നിൽക്കുകയാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തിനായി കൈമേയ് മറന്ന് മണ്ഡലത്തിൽ പ്രചരണം ആരംഭിക്കാനാണ് നേതൃത്വത്തിൻ്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിലെത്തുമെന്നാണ് സൂചന. പ്രൊഫസർ PJ കുര്യൻ കോൺഗ്രസ്, അഡ്വക്കേറ്റ് K അനിൽകുമാർ CPIM, അഡ്വക്കേറ്റ് TP സിന്ധുമോൾ BJP, KJ ജേക്കബ് രാഷ്ട്രീയ നിരീക്ഷകൻ, ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ നമ്മോടൊപ്പം ഇപ്പോൾ വിവിധ സ്റ്റുഡിയോകളിലുണ്ട്. ആദ്യം പ്രൊഫസർ PJ കുര്യൻ, പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത്, വയനാട് എന്ന് പറയുന്നത് ഇങ്ങേയറ്റത്തുള്ള ഒരു കേരളത്തിലെ ചെറിയ ലോക്സഭാ മണ്ഡലമാണല്ലോ, അതൊന്നും അല്ലല്ലോ രാഷ്ട്രീയ ഭൂമിക. കേരളത്തിൽ തുടർച്ചയായി 2 തവണ ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു UDFന്. മൂന്നാമതൊരിക്കൽ കൂടി നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ടാണോ പ്രിയങ്ക ഗാന്ധി? ശരിയാണ്, ദേശീയ തലത്തിലൊരു അജണ്ടയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രിയങ്ക ഗാന്ധിയെ വെച്ചിട്ട്. പക്ഷേ അതോടൊപ്പം തന്നെ കേരളത്തിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനം കേരളത്തിനുള്ള ഒരു പാക്കേജ് കൂടിയാണോ? അല്ല, ഇത് കേരളത്തിന് അങ്ങനെ ഒരു പാക്കേജിന്റെ ആവശ്യമൊന്നുമില്ല. കേരളത്തില് ഈ രണ്ടാമത്തെ LDF ഗവൺമെന്റിന്റെ ഭരണം ജനങ്ങൾ പൊറുതുമുട്ടിയിരിക്കുകയാണ്. ഈ LDF ഗവൺമെന്റിനെ എത്രയും വേഗം അധികാരത്തിൽ നിന്ന് തുരത്തുവാൻ ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് തെരഞ്ഞെടുപ്പുണ്ടായാലും LDF ഗവൺമെന്റ് പരിപൂർണമായി പരാജയപ്പെടും. അതുകൊണ്ട് ഒരു പാക്കേജിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. എന്നാൽ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കുന്നത്, പ്രിയങ്ക ഗാന്ധി രാജ്യത്തെ ദേശീയ നേതാവാണ്, എല്ലാവർക്കും അക്സെപ്റ്റബിളായ നേതാവാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, ഈ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചാൽ ഞങ്ങൾക്ക് ഉറപ്പായി 4 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കും. അപ്പോൾ ഞങ്ങളുടെ ബെസ്റ്റ് ബെറ്റാണ് ആ കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധി. അപ്പോൾ അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കുവാൻ കോൺഗ്രസ് പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചതാണ്. ആര് സ്ഥാനാർത്ഥിയാകണം എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമാണ്. അതിനകത്ത് മറ്റ് പാർട്ടികൾക്ക് സത്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശം പോലുമില്ല. അവർക്ക് പറയാനുള്ളത് അവർ വയനാട്ടിലെ ജനങ്ങളോട് പറയട്ടെ. ഇവിടെ ജനങ്ങളെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ റായ്ബറേലിയിൽ കൂടി താൻ മത്സരിക്കുന്ന കാര്യം രാഹുൽ ഗാന്ധി സമൂഹത്തെ അറിയിച്ചിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ, അതായത് പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് കേട്ടിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലെ സ്ഥാനാർത്ഥിത്വം നൽകിയില്ല. കാരണം ഒരു കുടുംബത്തിലെ 3 പേര് പാർലമെന്റിൽ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം അത് ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കുമെന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ നെഹ്റു ഗാന്ധി കുടുംബത്തിലെ 3 പേര് ഒരേ സമയം പാർലമെന്റിൽ ഉണ്ടായിട്ടില്ല എന്ന് എന്നെക്കാൾ നന്നായി അങ്ങേക്കറിയാം പ്രൊഫസർ PJ കുര്യൻ. ഓക്കെ 3 ദിവസം 3 പേര് പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഇവിടെ പ്രസക്തമായ ക്വസ്റ്റ്യനെ അല്ല. കാരണം ഈ ദേശീയ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ എത്രയോ മന്ത്രിമാരുടെ, എത്രയോ നേതാക്കന്മാരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. അതിന് എത്ര ഉദാഹരണം വേണമെങ്കിലുണ്ട്. ഈ ശ്രീ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ തന്നെ ഏതാണ്ട് 18ഓളം മന്ത്രിമാർ ഈ ഇത്തരം കുടുംബവാഴ്ചയുടെ ഭാഗമാണ് എന്ന് പറയും. അവിടെ അങ്ങനെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കോൺഗ്രസിലെ ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഈ രാജ്യത്തിനുള്ള സേവനവും, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയും ഒക്കെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരാണ്. അങ്ങനെയുള്ള ആ കുടുംബത്തിൽ നിന്ന് ഒരാളോ 2 പേരോ 3 പേരോ എന്നുള്ള ഞങ്ങൾക്ക് പ്രശ്നമല്ല, ജനങ്ങൾക്കത് പ്രശ്നമേ അല്ല. ഇവിടെ പ്രശ്നം മത്സരിക്കുന്ന ജനങ്ങൾ നോക്കുന്ന എന്തുവാ,
മത്സരിക്കുന്ന കാൻഡിഡേറ്റ് അതിന് അർഹരാണോ? നിങ്ങൾക്ക് ശ്രീ നികേഷിനോട് ഞാൻ ചോദിക്കുന്നു, വയനാട്ടിൽ മത്സരിക്കാൻ ഇതിനേക്കാൾ ബെറ്റർ കാൻഡിഡേറ്റിനെ പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഏറ്റവും കോൺഗ്രസ് പാർട്ടിക്കുള്ള ഏറ്റവും വലിയ ബെറ്റാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ അസൂയ കൊണ്ടാണ് മറ്റുള്ളവർ ഇത് പറയുന്നത്. പ്രിയങ്ക ഗാന്ധി ഒരു സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും അർഹയാണ്. വാസ്തവത്തിൽ ജനങ്ങൾ നോക്കുന്നതാണ് മത്സരിക്കുന്നവർ അതിന് അർഹരാണോ എന്നുള്ളതാണ്. ഏറ്റവും അർഹയായ ഇന്ന് ഇന്ത്യയിൽ നിന്ന് വേറെ ഏത് കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാലും ഒരു കാര്യം ചെയ്യും, BJP-യോ CPM-ഓ അവിടെ ഏറ്റവും വലിയ നേതാവിനെ കൊണ്ട് മത്സരിപ്പിക്കട്ടെ. വയനാട്ടില് എന്ത് സംഭവിക്കുമെന്നറിയാം. പിന്നീട് ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രിക്ക് കുടുംബമേ ഇല്ല, കുടുംബത്തോട് ബഹുമാനമില്ല. അങ്ങനെയുള്ള ഒരാളുടെ പിന്നെ കുടുംബവാഴ്ച ഉണ്ടാകും. കുടുംബത്തെ സ്നേഹിക്കുകയും കുടുംബം ഉള്ളിടത്താണ് കുടുംബത്തിന് കണ്ടിന്യൂവേഷൻ ഉണ്ടാകുന്നത്. ഇവിടെ നെഹ്റു കുടുംബത്തിലെ എല്ലാവരും രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ചവരാണ്. മറ്റൊരു കുടുംബമില്ല അതിന് തുല്യമായിട്ട്. എല്ലാവരും ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ രാജ്യത്തിലെ നിങ്ങൾക്കറിയാമല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്താൻ വേണ്ടി ഏറ്റവും ത്യാഗം സഹിച്ചത് ആരാണ്? രാഹുൽ ഗാന്ധി. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം ഇന്ത്യയുടെ തെക്ക് നിന്ന് വടക്കോട്ടും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും മുഴുവൻ നടന്നു. എന്തിനു വേണ്ടി? നമ്മുടെ ജനാധിപത്യവും ഭരണഘടനയും മതേതരത്വവും ബഹുസ്വരതയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം നിന്ന് മത്സരിച്ച ശ്രീ നരേന്ദ്രമോദിയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ അങ്ങേയറ്റം എതിർത്ത ശ്രീമതി പ്രിയങ്ക ഗാന്ധി അല്ല വയനാട്ടിൽ മത്സരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ചിലപ്പോ ഇല്ല. കോൺഗ്രസ് ഞങ്ങളാ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന്. ഞങ്ങൾക്ക് ഏറ്റവും താല്പര്യം പ്രിയങ്ക ഗാന്ധിയാണ്. ഞങ്ങൾക്ക് ഏറ്റവും നല്ല അതെന്തുകൊണ്ടാണ്? അത് കുടുംബവാഴ്ചയല്ല, അതിന് ഏറ്റവും പറ്റിയ അർഹയായ കാൻഡിഡേറ്റും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന കാൻഡിഡേറ്റും 4 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന് ജയിക്കാൻ കഴിയുന്ന കാൻഡിഡേറ്റുമാണ് പ്രിയങ്ക ഗാന്ധി. അതാണ് ഞങ്ങളുടെ ബെറ്റ്. ദയവായി തുടരുക പ്രൊഫസർ PJ കുര്യൻ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും താങ്കളുടെ സുഹൃത്തുക്കളാണ്, അവരെ കൂടി കേൾക്കുക ദയവായി. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധി എല്ലാം അവസാന നിമിഷത്തിലാണ് പ്രഖ്യാപിക്കാറുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി കൂടിയാണ്. ഇപ്പോൾ റായ്ബറേലിയിൽ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. 2 വർഷം മുമ്പ് തന്നെ റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു രാഹുൽ ഗാന്ധി എന്നാണ് സമീപകാലത്ത് കോൺഗ്രസ് നേതാക്കൾ, അതായത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പക്ഷേ സ്ട്രാറ്റജി ആയിരിക്കാം അവസാന ഘട്ടം വരെ റായ്ബറേലി പ്രഖ്യാപിച്ചില്ല എന്നാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി പ്രതിപക്ഷ നേതൃപദവി അദ്ദേഹത്തിന് നൽകുന്നു. പക്ഷേ അതും ഞാൻ തീരുമാനിച്ചിട്ട് പറയാമെന്ന് പറയുകയാണ്. പക്ഷേ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയാണ് ഞാൻ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നത്, വയനാട് കൈവിടുകയാണ് എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധി ആയിരിക്കും വയനാട് ഇതുവരെ വിജ്ഞാപനമൊന്നും വന്നിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം യോഗം ചേർന്നിട്ടായിരിക്കാം ഒരുപക്ഷെ ബൈ ഇലക്ഷൻ തീരുമാനിക്കുക. പക്ഷേ താൻ റായ്ബറേലിയിലാണ് തുടരാൻ പോകുന്നത് എന്ന് പറയുന്ന വാർത്താ സമ്മേളനത്തിൽ തന്നെ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് കേരളത്തിലെ ആ മൂഡ് പോകാതിരിക്കാൻ വേണ്ടിയാണ്, UDF അനുകൂല മൂഡ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത ബൈ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഒക്ടോബർ നവംബർ അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോട് അടുത്ത തീയതിയിലേക്ക് അത് വരും. അപ്പോൾ ഒരു UDF അനുകൂല മനോഭാവം എക്സ്റ്റെൻഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി എന്ന തുറുപ്പ് ചീട്ടിനെ കേരളത്തിൽ ഉപയോഗിക്കുക എന്ന ലക്ഷ്യം കൂടി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഉണ്ട് എന്ന് കരുതണ്ടേ അഡ്വക്കേറ്റ് അനിൽകുമാർ? അത് താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയല്ലേ? ഒരിക്കലുമല്ല. 2025 ആണ് നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇനിയും 1.5 കൊല്ലമുണ്ട്. അതുകൊണ്ട് ആദ്യം നടക്കാൻ പോകുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പായിരിക്കും. ചേലക്കരയിലും പാലക്കാട്ടും തെരഞ്ഞെടുപ്പുണ്ടല്ലോ. റോബർട്ട് വദ്ര ഉടുപ്പിട്ട് നിൽക്കുകയാണ്. റോബർട്ട് വദ്ര പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ പിന്നെ ഞാനാണ് അങ്ങോട്ട് വരാൻ പോകുന്നതെന്നാണ്. വദ്ര എവിടെയാണ് നിർത്തുന്നതും കൂടെ ഈ കൂടെ അങ്ങ് വളരെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇപ്പോൾ പുറത്തു വന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അർഹിക്കുന്നൊരു വിജയം ലഭിച്ചിട്ടില്ല.
പക്ഷെ അതുകൊണ്ട് ഈ കേരളത്തിലെ സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടി എന്നൊക്കെ ബഹുമാനപ്പെട്ട PJ കുര്യനെ പോലുള്ള പരിണതപ്രജ്ഞനായ ഒരു നേതാവ് പറയുമ്പോൾ അതിനോട് വിയോജിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതിന് കാരണം ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ താരതമ്യപ്പെടുത്തുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരുമായിട്ടല്ല ജനങ്ങൾ താരതമ്യപ്പെടുത്തുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ കുറവ് വന്നിട്ടുണ്ട്, അത് സത്യമാണ്. അത് പെൻഷനായിരിക്കാം, ക്ഷേമപ്രവർത്തനങ്ങളായിരിക്കാം, അത് കുറവ് വന്നത് സത്യമാണ്. അതുകൂടി പരിഹരിച്ചുകൊണ്ട് ഈ സർക്കാരിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ, കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഒരു രാഷ്ട്രീയം ഇന്ത്യ രാജ്യത്ത് രൂപപ്പെടുത്താൻ ഇന്ത്യ മുന്നണിക്ക് ഇന്നുള്ള മേധാവിത്വം, മേൽക്കൈ പ്രയോജനപ്പെടുമെന്നാണ് CPM-ന്റെ നിലപാട്. കാരണം കഴിഞ്ഞ പാർലമെന്റ് എന്ന് പറയുന്ന കുറച്ചാളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇന്ത്യ മുന്നണിക്ക് നിർണായക പ്രാബല്യമുണ്ട്. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ പറഞ്ഞത് അവിടുത്തെ കോൺഗ്രസ് MP-മാർ കേന്ദ്രത്തിൽ പോയി BJP സർക്കാരിൻ്റെ സംസ്ഥാനത്തോടുള്ള വിവേചനത്തിനെതിരെ പൊരുത്തണമെന്നാണ്. ഇതൊക്കെ ആളുകളുടെ കണ്ണ് തുറപ്പിച്ചാൽ ബഹുമാനപ്പെട്ട PJ കുര്യൻ പറയുന്ന പോലെ അല്ല സംഭവിക്കാൻ പോവുക. കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വിധം കേന്ദ്രമുണ്ടാക്കുന്ന കുഴപ്പങ്ങളാണ് ഇവിടെയുള്ളത്. അത് പരിഹരിക്കാൻ കഴിയും. പരിഹരിക്കാൻ കഴിയാത്ത ഒരു കാര്യവും കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഒരു ആന്റി ക്ലൈമാക്സ് ആണ്. ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ആന്റി ക്ലൈമാക്സ് ആണ്. എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നം? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജീവൻ മരണ സമരമായിരുന്നു ഭരണഘടനയ്ക്ക് വേണ്ടി. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനൊരു ഫലശ്രുതി എന്താണെന്ന് അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു ക്ലൈമാക്സ് ഇല്ല. കാരണം മോദി തള്ളപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ്, അത്രേ ഉള്ളൂ. എണ്ണത്തിൽ, സീറ്റിൻ്റെ എണ്ണത്തിൽ മാറ്റമൊന്നും പറയുന്നില്ല. 99, 100, 100, 99 ഇത്ര വ്യത്യാസമൊക്കെ വരുന്നുള്ളൂ. പിന്നെന്താണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്, വയനാട് തെരഞ്ഞെടുപ്പിന് വളരെ പ്രസക്തി? കാര്യമായൊരു പ്രസക്തിയൊന്നുമില്ല. കേരളത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച മുന്നണിക്ക് ആളുകൾ വോട്ട് ചെയ്യണം. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ മികച്ച മുന്നണി കോൺഗ്രസ് ആണെന്ന് അവർ പോലും പറയില്ല. കാരണം ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്നത് എത്രത്തോളം തമ്മിലടിക്കുന്നു ഇന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മൂടി വെക്കാൻ വേണ്ടി വലിയൊരു മറ കൊണ്ടുവെക്കുന്ന പോലെ തൃശ്ശൂരിലൊക്കെ തമ്മിലടിയും മുരളീധരന്റെ പരാജയവും BJPക്ക് വോട്ട് അതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആവേശം കോൺഗ്രസ് പ്രവർത്തകരിലെ പ്രിയങ്ക വരുമ്പോൾ കാണുന്നില്ലേ അഡ്വക്കേറ്റ് K അനിൽകുമാർ? നമ്മളെപ്പോഴും 2019 സമാനമായ സ്ഥിതിവിശേഷം തന്നെയല്ലേ 2024 എന്ന് സംശയിച്ചു പോകുമെങ്കിൽ 2019 നിന്ന് വ്യത്യസ്തമാകുന്ന വിധത്തിൽ ആ യൂഫോറിയ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ കോൺഗ്രസ് കൃത്യമായ കരുനീക്കം നടത്തിയിട്ടുണ്ട്. അതാണ് പ്രിയങ്ക ഗാന്ധി എന്ന് നമുക്ക് കാണേണ്ടതല്ലേ? അല്ല, 2019 കേരളത്തിലെ എല്ലാ സീറ്റുകളിലും BJPയുടെ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു. രാഹുൽ ഗാന്ധി നേരിട്ട് മത്സരിച്ചിട്ടും രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വോട്ട് കുറഞ്ഞു, ഭൂരിപക്ഷം കുറഞ്ഞു. കൗണ്ട് ഡൗൺ ആണ്. പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ അനിവാര്യമായ ഒരു നേതാവൊന്നുമല്ല. പിന്നെ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് ആളുകൾ ചിന്തിക്കുമ്പോൾ എന്താണ് ബഹുമാനപ്പെട്ട നികേഷ് കുമാർ പറഞ്ഞപ്പം, ഇന്നലെയും അത് മീറ്റ് ദി എഡിറ്റേഴ്സിൽ പറഞ്ഞു, ഇന്ന് അങ്ങ് ഇപ്പോഴും ഈ തലക്കെട്ടിൽ പറഞ്ഞൊരു വാചകം എനിക്ക് വിയോജിക്കാൻ അവകാശം തരിക. അങ്ങ് പറയുന്നൊരു ആശയത്തോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട്. നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ചാട്ടുൽ പോലെ പ്രസംഗിക്കാനുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ബിരുദിനെ കുറിച്ചാണ് അങ്ങ് ഇന്നലെയും ഇന്നും പറഞ്ഞത്. എൻ്റെ ചോദ്യം എന്താണ് അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിയോട് പറഞ്ഞത്? എൻ്റെ അച്ഛനില്ലായിരുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് രാംലല്ലയിൽ, ബാബറി മസ്ജിദിനകത്തെ രാംലല്ലയിൽ നിങ്ങൾക്ക് ആരാധന നടത്താൻ പറ്റും? അവരുടെ രാഷ്ട്രീയമാണത്. എൻ്റെ പിതാവാണല്ലോ 1989 അല്ല, ഞാൻ പറയട്ടെ, എൻ്റെ പിതാവാണല്ലോ 1989 അയോധ്യയിൽ ഈ ശിലാന്യാസത്തിന് അവകാശം കൊടുത്തത്. എന്തുകൊണ്ട് ഞങ്ങളെ ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കുള്ള ഞങ്ങളെ അവിടെ വിളിച്ചില്ല? ഇത് പാർലമെന്റിൽ ചോദിക്കുന്ന ഒരു പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന് വോട്ട് വർദ്ധിക്കാനാണോ പോണേ? ഞാൻ വിചാരിക്കുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വന്നിരിക്കുന്നു. എന്താണ് പ്രധാനപ്പെട്ട ചോദ്യം? കേരളം എന്ന് പറയുന്ന ഒരു സമൂഹത്തിനകത്തെ മനുഷ്യർ ഒരു രാഷ്ട്രീയത്തിൽ ഉണ്ടാകണമെന്ന് കരുതുന്ന വിശുദ്ധിക്ക് കളങ്കമാണ് പ്രിയങ്ക ഗാന്ധി. അവരുടെ ഭർത്താവായ DLF കേസിൽപ്പെട്ടിട്ടുള്ള റോബർട്ട് വദ്ര 170 കോടി രൂപയാണ് BJPക്ക് കാണിക്കയിട്ടത്. BJPക്ക് 170 കോടി രൂപ കാണിക്കയിട്ട് ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരാളുടെ ഭാര്യയാണ് വരുന്നത്. ഇതൊക്കെ കേരളത്തിലെ അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമായിരിക്കും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ. പക്ഷെ വിശാലമായ രാഷ്ട്രീയത്തിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ട്. ഞാൻ വരാം അഡ്വക്കേറ്റ് അനിൽകുമാർ. അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, നോക്കൂ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം BJP 2024 ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റമാണ്. അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് CPM
നാളെ കൂടി ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ, അതായത് 5 ദിവസം നീളുന്ന സംസ്ഥാന സമിതി യോഗം തുടർച്ചയായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഏറ്റവും മാരകശേഷിയുള്ള ആയുധത്തെ തന്നെ വയനാട്ടിലേക്ക് ഇറക്കുന്നു. ഒരുപക്ഷേ നമ്മൾ ഈ രക്ഷാകവചം എന്നൊക്കെയോ അല്ലെങ്കിൽ ഏലസ് എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ കേരളത്തിലെ UDF-ന്റെ രക്ഷാകവചമായി രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്കയെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആത്യന്തികമായി BJP-യുടെ വളർച്ച പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് മുന്നണികളും ശ്രമിക്കുക. നികേഷേ, അങ്ങനെ ശ്രമിച്ചു തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. അതെ, ആ ശ്രമത്തിന്റെ ആത്യന്തികമായ ഫലവും നമ്മൾ കണ്ടു. 3ാം മോദി സർക്കാർ അധികാരത്തിലെത്തി. ഇവിടെ ആര് സ്ഥാനാർത്ഥിയാവണം എന്നുള്ളത് ശ്രീ കുര്യൻ സാറ് പറഞ്ഞതുപോലെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതൊക്കെ അവർക്ക് തീരുമാനിക്കാം. അതല്ല ഇവിടുത്തെ പ്രധാന വിഷയം. ഒന്ന്, വയനാട് കാലാകാലങ്ങളായി കോൺഗ്രസ് കൈവിടാതെ കൊണ്ടുപോയി നടക്കുന്ന ഒരു മണ്ഡലമാണ്. അങ്ങനെ ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ തന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ കൂടി നിർത്തി ജയിപ്പിക്കണമെന്നുള്ളത് ആ കുടുംബത്തിന്റെ ആഗ്രഹമാണ്, അവരുടെ ആവശ്യമാണ്. എല്ലാ കോൺഗ്രസുകാരുടെയും ആവശ്യമാണെന്ന് ശ്രീ PJ കുര്യൻ സാർ പറഞ്ഞാലും ഞാൻ അതിനെ അങ്ങനെ അല്ല എന്ന് പറയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് ആ കുടുംബത്തിന്റെ ആവശ്യമാണ്. ആ കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മറ്റു പലരും നിന്നുകൊടുക്കുന്നു. ശ്രീ KC വേണുഗോപാലിനെ പോലെയുള്ളവർ നിന്നുകൊടുക്കുന്നു എന്നുള്ളതാണ് അതിലെ യഥാർത്ഥമായ വസ്തുത. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിച്ച ശേഷം അദ്ദേഹം എത്ര തവണ ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. അതൊക്കെ നോക്കാം. എന്നിട്ട് പോലും രാഹുൽ ഗാന്ധിയെ തുടർച്ചയായി വിജയിപ്പിച്ചല്ലോ. നോക്കൂ, മണ്ഡലത്തില് കഴിഞ്ഞ 5 വർഷം രാഹുൽ ഗാന്ധി ഇല്ലായിരുന്നുവെങ്കിലും വീണ്ടും വിജയിപ്പിച്ചു. അതായത് വിജയിപ്പിച്ച പോലെയല്ല, സാധാരണ വിജയിപ്പിക്കലല്ല, നരേന്ദ്രമോദിയുടെ ഇരട്ടി ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചു. ശരി, അത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. വയനാട്ടില് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തുവാൻ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ഇവർ നിരന്തരം പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ ഈ നേതാവിന് ആ മണ്ഡലത്തിൽ സാധിച്ചോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതേ കുടുംബത്തിൽ നിന്നാണ് അടുത്ത ആളെ കൊണ്ടുവരാൻ പോകുന്നത്. കാരണം ഇവർക്ക് സമയമില്ല. ഇവർക്ക് രാജ്യത്തെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം, കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം, UP പ്രത്യേകം ശ്രദ്ധിക്കണം, അമേഠി ശ്രദ്ധിക്കണം, റായ്ബറേലി ശ്രദ്ധിക്കണം. ആങ്ങളെയും പെങ്ങളും കൂടി ഒന്നിച്ചേ യാത്ര ചെയ്യുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആങ്ങളെയും പെങ്ങളെയും അമ്മയും കൂടി ഒന്നിച്ചേ യാത്ര ചെയ്യുകയുള്ളൂ. ആ സാഹചര്യത്തിൽ പ്രിയങ്കയെ പോലെയുള്ള ഒരാൾ ഇവിടെ വന്ന് ജയിച്ചിട്ട് ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് ഗുണം? അത് വയനാട്ടിലെ ജനങ്ങളെ തീരുമാനിക്കട്ടെ മാഡം. നമുക്കിപ്പോ പറയാൻ കഴിയുമോ അക്കാര്യത്തിൽ? നോക്കൂ, ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം പറയട്ടെ എന്ന് വെച്ചാല്, നോക്കൂ, ഭരണമുന്നണിയിൽ വലിയ തോതിൽ അതൃപ്തിയുണ്ട്. ഇതിനകം തന്നെ NDA ഒരു കക്ഷി ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, മോദി എന്ന ആശയം തകർന്നിരിക്കുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പാർലമെന്റിൽ ഈ പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിക്കുക എന്ന് മാത്രമല്ല, NDA മുന്നണിയിലെ കക്ഷികളെ ഇന്ത്യ ബ്ലോക്കിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ ശ്രമം. അതിന് നെഹ്റു ഗാന്ധി കുടുംബത്തിലെ 3 പേരെങ്കിലും 3 പേര് എല്ലാവരുടെയും ഉദ്യമം ഉണ്ടാകും, എല്ലാവരുടെയും എനർജി ഇവിടെ വർക്ക് ചെയ്യപ്പെടട്ടെ എന്നാണ് അവർ കരുതുന്നത്. എല്ലാവരുടെയും എനർജി വർക്ക് ചെയ്തോട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. അവര് NDA മുന്നണിയെ പിളർത്താനാണ് ശ്രമമെങ്കിൽ അവർ പിളർത്തി നോക്കട്ടെ. പിളരുമോ എന്ന് നമുക്ക് കാണാമല്ലോ. കാത്തിരുന്ന് കാണേണ്ട രാഷ്ട്രീയമല്ലേ അത്. വളരെ കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നികേഷ്, ഈ 3ാം മോദി ഗവൺമെന്റ് 5 വർഷം പൂർത്തിയാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം NDA എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം വന്നതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒന്നല്ല. അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം ഭരിച്ചത് NDA ആയിട്ടാണ്. ഇവിടെ ഓരോ സംസ്ഥാന തെരഞ്ഞെടുപ്പിലും BJP എന്ന് പറഞ്ഞല്ല ഞങ്ങൾ മത്സരിക്കുന്നത്, NDA എന്ന് പറഞ്ഞിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ഒക്കെ ഞങ്ങൾ മത്സരിച്ചിരിക്കുന്നത് പറയാൻ കൊള്ളാം മാഡം. 2014 മുതൽ 2024 വരെ NDA എവിടെ ഉണ്ടായിരുന്നു? 2023 വരെ ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് വരെ NDA എവിടെയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. ഈ വർഷങ്ങളിലൊക്കെ NDA ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇല്ലെന്ന് പറയുന്നില്ല, പിരിച്ചുവിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിൽ സാധാരണഗതിയിൽ NDAയുടെ മീറ്റിങ്ങുകളൊക്കെ നടക്കുമല്ലോ. അങ്ങനെയുള്ള മീറ്റിങ്ങുകളൊന്നും കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു രാഷ്ട്രീയ വിമർശനമായി കണ്ടാൽ മതി. KJ ജേക്കബ്, എൻ്റെ ചോദ്യം അടിസ്ഥാനപരമായി കേരളത്തെ ഇതെങ്ങനെയാണ് ബാധിക്കപ്പെടുക? പ്രിയങ്ക ഗാന്ധി ഇവിടെ വരുമ്പോൾ 2 ചോദ്യങ്ങൾ പ്രധാനമായും ഉയർത്തുന്നുണ്ട്. ഒന്ന്, ഇത്രയും വലിയൊരു ദേശീയ നേതാവ് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാരകശേഷിയുള്ള ഒരു നേതാവിനെ ഉപയോഗിക്കേണ്ടത്? പിന്നെ സ്വാഭാവികമായിട്ടും ചതി, വഞ്ചന എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു KJ ജേക്കബ്. കേരള രാഷ്ട്രീയത്തിൽ ഇതെങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത്?
എനിക്കത് തോന്നുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി 2019 വരുമ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ജയിച്ചു. അതിനുശേഷം 21 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നു. അതുകൊണ്ട് കോൺഗ്രസിന് തീർച്ചയായിട്ടും ഇവർ വരുമ്പോൾ, ശ്രീമതി പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ ധാരാളമുണ്ട്. അവർക്ക് അതിനുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിനൊരു ഒരു ഉണർവ് കിട്ടുമെന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് അതെങ്ങനെയാണ് നീണ്ടുപോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അതിന്റെ ഒരു ലോജിക്കേ മനസ്സിലാകുന്നില്ല. ശ്രീമതി അതിനകത്ത് ഞാൻ ചില താരതമ്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. 2019 ശരിയാണ്, രാഹുൽ ഗാന്ധി വന്നില്ലേ. അപ്പോൾ പിന്നെ 2021 എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ തരംഗം ആവർത്തിക്കപ്പെട്ടില്ല എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ 2019 രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വമ്പൻ തോൽവിയാണ്. 52 സീറ്റുകളിലേക്ക് കോൺഗ്രസ് മാറുകയാണ്. രണ്ടാമത്തെ തവണയും തുടർച്ചയായി പ്രതിപക്ഷ നേതൃപദവി പോലും ലഭിക്കാതെ. മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് രാഹുലിന്റെ പരാജയം എന്നുള്ള നിലയിൽ കോൺഗ്രസിൽ G22 ഉരുത്തിരിയുകയാണ്. രാഹുൽ തന്നെ ഏതാണ്ട് നേതൃത്വത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ഒരു അവസ്ഥ. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറുന്നു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ പോലും ഡിഫാക്ടോ പ്രസിഡന്റായി തുടരുന്നു. ഒരു ഇമേജില്ലായ്മ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നില്ല. പക്ഷെ അങ്ങനെയാണോ 2024 ഒരു ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വന്നില്ല എങ്കിൽ പോലും മാൻ ഓഫ് ദ മാച്ചായി രാഹുൽ ഗാന്ധി പ്രകീർത്തിക്കപ്പെടുകയാണ്, പ്രതിപക്ഷ നേതാവായി വരാൻ പോവുകയാണ്. തെറ്റായിട്ടുള്ള ഒരു കണക്കൂട്ടിലാണ് നികേഷ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്ക് അവർക്ക് എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത് നല്ല ധാരണയുണ്ട്. പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കുമ്പോഴും അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോഴും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോഴും ആർക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ വെച്ചിട്ടാണ് കേരളത്തിലെ മനുഷ്യർ വോട്ട് ചെയ്യുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുമ്പോൾ ശ്രീമതി പ്രിയങ്ക ഗാന്ധി കേരളത്തിലുള്ള ഒരു MP ആണ് എങ്കിൽ അത് ഓഫ്കോഴ്സ് UDF സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് ആണെന്നുള്ളത് ശരിയാണ്. പക്ഷേ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് വെച്ച് കേരളത്തിലെ മനുഷ്യർ അങ്ങനെയല്ല തീരുമാനിക്കുക. അത് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം. അത് തികച്ചും രണ്ടായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് മുന്നണി ഇത്രയും വലിയ നേട്ടം കേന്ദ്രത്തിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഇത്രയും വലിയ നേട്ടം കേന്ദ്രത്തിൽ ഉണ്ടാക്കും എന്ന് കരുതിയാണോ ഈ 19 സീറ്റ് കോൺഗ്രസിന് കേരളത്തിൽ കിട്ടിയത്, 18 സീറ്റ് കേരളത്തിൽ കിട്ടിയത്? അല്ല. തർക്കത്തിന് വേണ്ടി പറയാണ്. നോക്കൂ, 370 സീറ്റ് ചോദിച്ച BJPക്ക് രാജ്യം കൊടുത്തത് 240 സീറ്റുകളാണ്. 240 സീറ്റുകൾ രാജ്യം കൊടുക്കുമ്പോൾ കൃത്യമായ സന്ദേശം അതിനകത്തുണ്ടല്ലോ. ഭരണഘടന മാറ്റരുത്, നിങ്ങൾ അതിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ഭരണം നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ സാധിച്ചത് കോൺഗ്രസിന് 52-ൽ നിന്ന് 99 കഴിഞ്ഞത് കൊണ്ട് കൂടിയാണ്. അത് കുര്യൻ സാർ പറഞ്ഞാണ് അതിന്റെ ശരി. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ സർക്കാരിനെയാണ് അസസ് ചെയ്യുന്നത്. അടുത്ത 5 വർഷത്തേക്ക് കേരളം ആര് ഭരിക്കണം എന്നുള്ളതാണ്. ഇത് പരമാവധി എന്താ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഒരു ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വരിക? വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതിയിൽ പകുതിയിലധികം സംസ്ഥാനങ്ങൾ അസംബ്ലി പാസ്സാക്കണം. അത് ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺഗ്രസിനായാലും LDF-നായാലും UDF-നായാലും അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. അതിൽ ഇന്ത്യ മുന്നണിയുടെ നിലപാടിനൊപ്പമാണ് കേരളത്തിലെ ഏത് സർക്കാർ ഫോർസീബിൾ ഫ്യൂച്ചറിൽ നിൽക്കാൻ വേണ്ടി പോകുക. അതുകൊണ്ട് കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിയാണ് ഇത് ഇങ്ങനെ കൊണ്ടുവന്നുള്ള അഭിപ്രായത്തിൽ എനിക്ക് ഒരു താല്പര്യവുമില്ല. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റെലവൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്നത് പറയാനുള്ള ഒറ്റ കാര്യം എന്നുള്ളത്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഗാന്ധി ഫാമിലിക്ക് ഒരു അക്കോമഡേഷൻ കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് ഓർക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഇത്രയും വലിയ പോയത് നികേഷ് പറഞ്ഞ് തിരിച്ചിട്ട് പറഞ്ഞാൽ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ അധ്യക്ഷനാക്കി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ മുൻപിൽ വെച്ചുകൂടി നിർത്തിയ മറ്റുള്ള പാർട്ടികളുമായി ചേർത്ത് നടത്തിയ വലിയ പോരാട്ടത്തിന്റെ കൂടെ ഭാഗമാണ്. എന്ന് വെച്ചാൽ ഗാന്ധി കുടുംബത്തിന്റെ പുറത്തും കൊള്ളാവുന്ന കോൺഗ്രസ്സുകാരുണ്ട് എന്ന് കോൺഗ്രസ്സുകാർക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ഇപ്പോൾ അവരുടെ പാർട്ടിയുടെ അധ്യക്ഷൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ശ്രീമതി പ്രിയങ്ക അല്ലാതെ മറ്റൊരു കാൻഡിഡേറ്റ് ഇല്ല എന്ന മട്ടിലുള്ള വ്യാഖ്യാനങ്ങൾ കോൺഗ്രസ്സുകാർ നിർത്തുകയാണ് നല്ലത്. അവർ ആ പാർട്ടി ടാലന്റിന് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ്. 81 വയസ്സായിട്ട് ഇപ്പോഴും നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി പറയുന്നതിനേക്കാളും ഭംഗിയായിട്ടാണ് മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ്താവനകൾ ഞാൻ കാണാറുള്ളത്. അദ്ദേഹത്തിന്റെ ഞാൻ വളരെ കീഴടങ്ങ് പ്രധാനമന്ത്രിക്ക് ഉത്തരം പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ, അത്തരം കാര്യങ്ങൾ എടുത്തു വെക്കാൻ ഖാർഗെക്ക് പറ്റുന്നുണ്ട്. ശരി, ദയവായി ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, കഴിഞ്ഞ ദിവസത്തെ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ യോഗത്തിന് ശേഷം KC വേണുഗോപാൽ പുറത്തു വന്ന് എല്ലാ കാര്യങ്ങളും KC വേണുഗോപാലാണ് നിയന്ത്രിക്കുന്നത്. സ്വാഭാവികമായിട്ടും സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ KC വേണുഗോപാലിന് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ടോ എന്ന കാര്യത്തിലും എനിക്ക് തർക്കമില്ല. പക്ഷേ അവിടെ എൻ്റെ സംശയം, KC വേണുഗോപാൽ ഇപ്പോൾ
ഞാൻ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതായത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ എല്ലാം അതത് സമയത്ത് മാത്രം പറയുന്നയാൾ ഇത്തവണ താൻ റായ്ബറേലിയാണ് നിലനിർത്തുന്നത്, വയനാടല്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധി എന്ന് വെച്ചാൽ ആ മൂഡ് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആ മുഴം മുമ്പേ എറിഞ്ഞിരിക്കുന്നത് കേരളത്തിന് വേണ്ടി അല്ല എന്നാണ് സ്വാഭാവികമായും ശ്രീ കെ ജെ ജേക്കബ് അടക്കമുള്ളവർ സമർത്ഥിക്കുന്നത്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, ഞാനത് ഒരു ദേശീയ രാഷ്ട്രീയം തന്നെ അതിനകത്ത് കാണുന്നുണ്ട്. വെറും ദേശീയ രാഷ്ട്രീയം മുഖം അതൊക്കെ ഒരു ദേശീയ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണോ പി ജെ കുര്യൻ സാർ ആദ്യം പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ പാർട്ടി, ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്, വേറെ ആരും തീരുമാനിക്കേണ്ടതില്ല. ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണി വലിയൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മത്സരിക്കുകയും സാമാന്യം നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്ത് പ്രതിപക്ഷ നേതൃസ്ഥാനം വരെ കൈവശപ്പെടുത്തുകയും ചെയ്തിരിക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്കല്ലേ പി ജെ കുര്യൻ സാറെ പ്രസക്തി വേണ്ടത്? പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സീറ്റിന് പകരം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലും ഘടകകക്ഷിയോട് ആലോചിച്ചിട്ടുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? അതല്ലേ വേണ്ടത്. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ നേരത്തെ നമ്മുടെ സിന്ധുമോൾ പറഞ്ഞല്ലോ NDA, അതേപോലെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടല്ലേ പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കേണ്ടത്? തീർച്ചയായിട്ടും കേരളത്തിൽ പ്രശ്നമുണ്ട്. കേരള രാഷ്ട്രീയത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഒരു വശത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി, മറുവശത്ത് CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നേരിടുക ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയാണ്. കഴിഞ്ഞ രാഹുൽ ഗാന്ധി നേരിട്ടത് ആനി രാജ. അവിടെ ഒരു ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ശരിയാണ്, പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് ഒരു ഇടതുപക്ഷ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിക്കാൻ പാടുണ്ടായിരുന്നു എന്ന ചോദ്യം ഒരുപക്ഷെ ആ ഘട്ടത്തിൽ പ്രാധാന്യമുള്ള ചോദ്യം തന്നെയാണ്. പക്ഷേ ഇത് ഉപതെരഞ്ഞെടുപ്പാണ് സാർ. ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ബ്ലോക്കൊന്നുമില്ല. നമ്മൾ ഈ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാണാൻ പോകുന്നവരാണ്. ഹരിയാനയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചാണ് നിന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചല്ല നിൽക്കാൻ പോകുന്നത്. ദില്ലിയിൽ ഒന്നിച്ചാണ് നിന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചല്ല നിൽക്കാൻ പോകുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധ്യമായ ഇടങ്ങളിൽ ഒപ്പം നിൽക്കുമായിരിക്കും. പക്ഷേ അത് ഇന്ത്യ ബ്ലോക്ക് എന്ന് വെച്ചാൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒന്നിച്ചു നിൽക്കുക എന്നതായിരിക്കില്ല. അങ്ങനെയല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ല ഉപതെരഞ്ഞെടുപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയും CPM നേതൃത്വത്തിലുള്ള മുന്നണിയും തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റ് ആയിരിക്കും. പക്ഷേ ഇത് ഡൽഹി രാഷ്ട്രീയത്തിലേക്കുള്ള, ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അതിനെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ വേണം പ്രിയങ്കയെ കാണാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടും രാഹുൽ ഗാന്ധിയേക്കാൾ ഏറെ മികവുള്ള സ്ഥാനാർത്ഥിയായിരിക്കും പ്രിയങ്ക ഗാന്ധി എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാഹുൽ ഗാന്ധി വന്ന ഉടനെ പറഞ്ഞത് എന്താ? എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏജൻസികൾ പിണറായി വിജയനെ ജയിലിൽ പിടിച്ചിടുന്നില്ല എന്നുള്ളതാണ്. അതുപോലുള്ള ബുദ്ധികേടുകളൊന്നും വിട്ടിത്തരങ്ങളൊന്നും പറയുന്ന ആളല്ല. അവിടെയാണ് എൻ്റെ ചോദ്യം ശ്രീ ജേക്കബ് ജോർജ്. അതായത് രാഹുൽ ഗാന്ധി ഇവിടെ വല്ലപ്പോഴും ഒക്കെ വരാറുള്ളൂ. രാഹുൽ ഗാന്ധി അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയം പറഞ്ഞില്ല. പറഞ്ഞ ഉടനെ കിട്ടുകയും ചെയ്തു, കിട്ടിയത് കൊണ്ട് വാങ്ങി പോവുകയും ചെയ്തു. പക്ഷെ പ്രിയങ്ക അങ്ങനെ ആയിരിക്കുമോ? കുറച്ചുകൂടി ഡൈനാമിക് ആയിരിക്കില്ലേ ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പോലും? പ്രിയങ്ക ഡൈനമിക് ആയിരിക്കും, സജീവമായി രാഷ്ട്രീയം പറയുന്ന ആളായിരിക്കും, സജീവമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളായിരിക്കും. വയനാട് രാഷ്ട്രീയം മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ സജീവമായിട്ട് ഇടപെടുന്ന ആളായിരിക്കും. ഒരു പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അത് പ്രതീക്ഷിക്കുന്നുമുണ്ടാവും. കാരണം കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യ മുഴുക്കെ നോക്കിക്കേ, സംസ്ഥാന തലങ്ങളിൽ മുമ്പ് കാമരാജിനെ പോലെയുള്ള വലിയ വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു സംസ്ഥാനങ്ങളിൽ. ഇന്ന് സംസ്ഥാനങ്ങളുടെ കോൺഗ്രസ് നേതൃത്വം അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ശ്രീ ജേക്കബ് ജോർജ്. കെ കരുണാകരനും ആന്റണിക്കും ശേഷം ഉമ്മൻചാണ്ടി പോലും 2011 കഷ്ടിച്ച് കടന്നുകൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഇങ്ങോട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു, സ്വാഭാവികമായിട്ടും ഒരു ആ നിലയിലൊരു ട്രെൻഡാണല്ലോ കാണിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് UDF ജയിച്ചിട്ടില്ല. അവിടെയാണ് കെ കരുണാകരൻ്റെ സ്റ്റേച്ചറുള്ള, AK ആന്റണിയുടെ സ്റ്റേച്ചറുള്ള, പോട്ടെ ഉമ്മൻചാണ്ടിയുടെ സ്റ്റേച്ചറുള്ള ഒരു നേതാവിൻ്റെ ആവശ്യം വരുന്നത്. പ്രിയങ്ക അവിടെ ഫിറ്റ് ഇൻ ചെയ്യാനാണ് ശ്രമം?
എനിക്ക് തോന്നുന്നു ആ ലെവലിലേക്ക് ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിക്ക് യു പിയിലൊരു നേതാവായിട്ട് വരാൻ കഴിയുമായിരുന്നു. പക്ഷേ അവിടെ അഖിലേഷ് യാദവ് ഈ തെരഞ്ഞെടുപ്പ് സംഭാവന ചെയ്ത വലിയൊരു ദേശീയ നേതാവാണ് അഖിലേഷ് യാദവ്. എസ് പിയുടെ ഒരു മുഖം, ദേശീയ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖമായിട്ട് അഖിലേഷ് യാദവ് ഇവോൾവ് ചെയ്തു. ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധി ദക്ഷിണേന്ത്യയുടെ ഒരു നേതാവായിട്ട്, കോൺഗ്രസ് നേതാവായിട്ടല്ലേ NDA നേതാവായിട്ട് ഉയരും വയനാട്ടിലൂടെ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ശരി, പക്ഷെ അവിടെ ഒരു വിമർശനം BJP-യിൽ നിന്ന് തന്നെ ഉയരുന്നത്, പ്രിയങ്ക ഗാന്ധി ACC ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഒരു നേതാവിനെ സൗത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് അവരുടെ സ്റ്റേച്ചറിന് ചേർന്നതല്ല, അവരെ ഇകഴ്ത്തി കാണിക്കുകയാണ് ആ നിലയിൽ എന്നാണ് പറയുന്നത്. മാത്രമല്ല, അവിടെ ഏതെങ്കിലും തരത്തിലൊരു വിജയം ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധി അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നു, അതേസമയം പ്രിയങ്ക ഗാന്ധി ആ സംസ്ഥാനത്ത് തന്നെ തുടച്ചു നീക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് എന്താണെന്ന് അറിയില്ല, വരും നാളുകളിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രൊഫസർ PJ കുര്യൻ, അവിടെ ശ്രീ ജേക്കബ് ജോർജ് ചോദിച്ച ചോദ്യം അതിപ്രധാനമാണ്. അതായത് ഇന്ത്യ ബ്ലോക്ക് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട്. ഇന്ത്യ ബ്ലോക്കിൻ്റെ ഘടകകക്ഷിയാണ് CPI. ഇന്ത്യ ബ്ലോക്കിൻ്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനോട് പറയുന്നുണ്ടല്ലോ, ഇതാ പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കാൻ തയ്യാറായി വരികയാണ് എന്ന്. എന്തുകൊണ്ടാണ് CPIയോട് ഒരു കൺസൾട്ടേഷൻ നടക്കാതിരിക്കുന്നത്? കോൺഗ്രസിന് ആവശ്യമുള്ളപ്പം ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്ക് വേണം, ആവശ്യമില്ലാത്തപ്പോൾ ഇത് വേണ്ട, അങ്ങനെയാണോ സാർ? അല്ല, ആ ചോദ്യം വളരെ അപ്രസക്തമാണ്. കേരളത്തിലെ രാഷ്ട്രീയം ശ്രീ ജേക്കബ് ജോർജ് എൻ്റെ നല്ല സുഹൃത്താകട്ടോ. ജേക്കബ് ജോർജ് നല്ലവണ്ണം അറിയാവുന്നതാണ്. അങ്ങനെ CPM കരുതിയിരുന്നെങ്കിൽ കേരളത്തിൽ കരുതിയിരുന്നെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ഒരു ഏറ്റവും സീനിയർ നേതാക്കളാണ് എന്ന് നേതാക്കൾ ഒരാളാണെന്നെങ്കിലും സമ്മതിക്കുന്നു എങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തണമായിരുന്നോ ഇടതുപക്ഷത്തിന്? അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വാദം തെറ്റല്ലേ സാർ? നോക്കൂ, പഞ്ചാബിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വേറിട്ട് മത്സരിച്ചിരുന്നു. ഈ ഒരു പോയിന്റ് കേട്ടിട്ട് പറയും സാർ. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വേറിട്ട് മത്സരിച്ചിരുന്നെങ്കിൽ BJP അവിടെ പ്രധാന ശക്തിയാകുമായിരുന്നു എന്ന് കണ്ടിട്ടല്ലേ ആം ആദ്മി പാർട്ടി കോൺഗ്രസും വേറിട്ട് മത്സരിച്ചത്? എന്നതുപോലെ കേരളത്തിലും അതാണ് സ്ഥിതി. കേരളത്തിലെ കോൺഗ്രസിനെതിരെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എങ്കിൽ അവിടെ BJP പ്രധാന ശക്തിയായില്ലേ? അല്ലല്ല, അപ്പോൾ അതൊരു ജനങ്ങളെ ഒരു തരത്തിൽ ജനങ്ങളുടെ ആ വിശ്വാസത്തെ നിങ്ങൾ ചോദ്യം ചെയ്യാണ്. ഈ പാർട്ടി നിന്നില്ലേ ആ പാർട്ടി. ജനങ്ങൾ ഇവിടെ വോട്ട് ചെയ്തിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് മുഖ്യമായി എല്ലാവർക്കും അറിയാം, വോട്ട് ചെയ്തിട്ടുള്ളത് കേന്ദ്ര ഭരണത്തിനും BJPയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള വോട്ടാണ്. അത് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ലെങ്കിൽ തീർച്ചയായും ആ വോട്ട് BJPക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇടതുപക്ഷത്തിന്റെ വോട്ട് BJPക്ക് പോകും ഇടതുപക്ഷം സമ്മതിക്കുന്നുണ്ടോ? അവരത് സമ്മതിക്കുമോ? അപ്പൊ എനിക്ക് തോന്നുന്നില്ല. ഇടതുപക്ഷത്തിന്റെ വോട്ടാണ് ഒരിക്കലും BJPക്ക് പോകാത്തത് എന്നാണ് ഇടതുപക്ഷത്തിന്റെ ആർഗ്യുമെന്റ്. അപ്പോൾ പിന്നെ വയനാട്ടിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥി ഇല്ലായിരുന്നെങ്കിൽ ആ വോട്ട് BJPക്ക് പോകും എന്ന് പറയുന്നത് CPMന്റെ തന്നെ ആർഗ്യുമെന്റിനെ അവർ തന്നെ നിഷേധിക്കുകയാണ്. അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. രണ്ടാമത് എനിക്കിവിടെ ഒരു കാര്യം പറയാനുള്ളത്, ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ പ്രധാന കാര്യമാണ്. അതായത് NDAയുടെ സ്ഥാനാർത്ഥിയാണോ അതോ കോൺഗ്രസ്? തീർച്ചയായും NDAയുടെ സ്ഥാനാർത്ഥിയാണ്. ഓൾ ഇന്ത്യ ലെവലിൽ NDAയുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലെ ഒരു ലോക്കൽ അഡ്ജസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ കേരളത്തിൽ അസാധ്യമായതുകൊണ്ടോ കേരളത്തിൽ NDAയുടെ ഒരു ഘടകകക്ഷിയും കോൺഗ്രസ് തമ്മിൽ മത്സരം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി, അത് ഇപ്പോഴും ഇനിയും അതുണ്ടാകും. ഇനിയും അതുണ്ടാകും. അതുകൊണ്ട് എനിക്ക് വാസ്തവത്തിൽ ഒരു ചുമയുള്ള അതുകൊണ്ട് പിന്നെ പ്രിയങ്ക ഗാന്ധി NDAയുടെ സ്ഥാനാർത്ഥി അല്ലാതാകുന്നില്ല, NDAയുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ശ്രീ രാഹുൽ ഗാന്ധി എത്ര തവണ വന്നു അല്ലെ പ്രിയങ്ക ഗാന്ധി, ആ ചോദ്യമൊക്കെ അപ്രസക്തമാണ്. കാരണം ഈ വയനാട്ടിലെ ജനങ്ങൾ ദേശീയ ബോധമുള്ളവരാ. അവർ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തത് വലിയ ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുത്തത് രാജ്യത്തിന് നേതൃത്വം കൊടുക്കാൻ തന്നെയാണ്, ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കാൻ തന്നെയാണ്.
അപ്പോൾ തൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം ചുരുങ്ങണം. എത്ര തവണ വയനാട്ടിൽ വന്നു എന്നുള്ളതൊക്കെ ചോദ്യം അപ്രസക്തമാണ്. ഞാനിപ്പോൾ പറയാം, നമ്മുടെ ബഹുമാനായ ശ്രീ എ ബി വാജ്പേയി, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ രാജ്യത്തിന് വേണ്ടി വേറെ എത്ര ഉദാഹരണങ്ങൾ വേണേ എനിക്ക് ശരി. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, നേരത്തെ ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കരുണാകരന് ആന്റണിക്ക് ശേഷം ആധികാരികമായ വിജയം സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ UDF ഇല്ല. ഉമ്മൻചാണ്ടിക്ക് ശേഷം തീർത്തും വിജയം അന്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തുകയാണെങ്കിൽ ഇപ്പോൾ 2015 16 2020 21 തുടർച്ചയായി തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പുകൾ പോലും ജയിക്കുന്നത് ഇടതുപക്ഷമാണ്. 1 or 2 ഉപതെരഞ്ഞെടുപ്പ് പാക്കേജുകൾ മാറ്റിവെച്ചാൽ. അപ്പോൾ അവിടെയാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ അവതാരം എന്ന ഏലസ് കെട്ടാൻ കോൺഗ്രസ് UDF ഒരുങ്ങുന്നത്. ഒന്ന്, രാഹുൽ ഗാന്ധി 2019 വയനാട്ടിൽ വന്നത് അഭയാർത്ഥിയായിട്ടാണ്. ഉത്തരേന്ത്യയിൽ അമേഠി കൈവിടും എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റിൽ എത്താൻ ഒരു വഴി വേണമല്ലോ എന്ന് കരുതി അദ്ദേഹം എത്തുകയായിരുന്നു. അതുകൊണ്ട് വയനാട്ടുകാരോടൊരു നന്ദിയൊക്കെ ആവാം. 5 കൊല്ലക്കാലം വയനാട്ടിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും ജനങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി പ്രിയങ്ക ഗാന്ധിയെ അവിടേക്ക് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആഖ്യാനങ്ങളും ചാരുതയോടെ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ, ഇപ്പം നീളമുള്ള മൂക്കാണ് ഇന്ദിരാഗാന്ധിയുടെ മൂക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ, ഇന്ദിരാഗാന്ധിയെ വെറുത്തൊരു ഇന്ത്യയുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് സാഷ്ടാംഗം പ്രണമിക്കുകയല്ല. ചരിത്രപരതയിൽ ഇന്ദിരാഗാന്ധിയെ കാണുന്നവരുമുണ്ട്, കരുണാകരനെയും ചരിത്രപരതയെ കാണുന്നവരുമുണ്ട്. പ്രിയങ്ക ഗാന്ധിക്ക് കേരള രാഷ്ട്രീയത്തിലുള്ള ഇടപെടൽ ശേഷി എത്രയാണ്? അതുകൊണ്ട് കോൺഗ്രസിൻ്റെ തലപ്പത്ത് അധികാരം പിടിച്ചിട്ടുള്ള KC വേണുഗോപാൽ, അദ്ദേഹം നമ്മുടെ രാജ്യത്ത് തന്നെ ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്താ? ഒരു രാജ്യസഭാ സീറ്റ് ദാനം ചെയ്തു കൊടുത്തു. അത് ആലപ്പുഴ മത്സരിച്ചു. രാജസ്ഥാനിൽ ഒരു രാജ്യസഭാ സീറ്റ് ഇപ്പോൾ BJPക്ക് ദാനം കൊടുത്തിരിക്കുകയാണ്. അവിടെ വേറൊരാളെ ചിലപ്പോൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന് അവർ BJPക്കാർ ചിലപ്പോൾ പ്രതികാരം ചെയ്താൽ KC വേണുഗോപാൽ ചെയ്ത കാര്യം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ദേശീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ തങ്ങളുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി നടത്തുന്ന കുടിലതകളുടെ അടയാളമാണ് ആ രാജ്യസഭാ സ്ഥാനം. അതുപോലെ തന്നെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഈ സ്ഥാനാരോഹണം, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ചില ആളുകൾ പറഞ്ഞിരുന്നു, വയനാടെന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ പാർലമെൻറ്റിൽ എത്തിക്കണം. അതിന് കാരണം എന്താണ്? കോൺഗ്രസ്സുകാർ ഇന്ത്യ രാജ്യത്ത് പല സ്ഥലത്തും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആരെയും സ്ഥാനാർത്ഥിയാക്കിയില്ല. നമ്മൾ കാണുന്നുണ്ടല്ലോ, ഗുജറാത്തിൽ ഒറ്റ സ്ഥാനാർത്ഥിയും BJPക്ക് കോൺഗ്രസിനുണ്ടായിരുന്നില്ല. യുപിയിൽ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. ആ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി വളരെ ഏറ്റവും കൂടുതൽ മുസ്ലിം എംപിമാരുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. പട്ടിക വിഭാഗക്കാരെയും അല്ല, ഞാൻ പറയട്ടെ, ഇന്ത്യ രാജ്യത്തിനകത്ത് പാർലമെന്റിനകത്ത് വരേണ്ട എത്ര MPമാർ വന്നോ ജനസംഖ്യാനുപാതികമായെന്നതിൻ്റെ ചോദ്യം. അവിടെ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരാൾ പോലും ഇല്ല എന്നാണ് എൻ്റെ വിമർശനം. അപ്പം ഇന്ത്യ മുന്നണിക്ക് പ്രാമുഖ്യം ഉണ്ടായിട്ടും ആവശ്യത്തിലേറെ MPമാർ വന്നിട്ടില്ല എന്ന ഒരു കാര്യം നിൽക്കുമ്പോൾ വയനാട്ടിൽ ആർക്കെങ്കിലും അവസരം കൊടുക്കണമെന്നൊരു വാദം ഉയരുന്നതിന് തെറ്റൊന്നുമില്ല. അത്തരൊരു വാദം നല്ലതാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഇത് വരുന്നതിന് മുന്നേ തടയിടാൻ വേണ്ടി പ്രിയങ്ക ഗാന്ധിയുടെ പേര് പറയുന്നതിന് അവരുടെ രാഷ്ട്രീയം, അത് ബഹുമാനപ്പെട്ട PJ കുര്യൻ പറയുന്ന പോലെ അതെല്ലാം അവരുടെ അവകാശമാണ്. അത് ധാർഷ്ട്യത്തോടെ പറഞ്ഞാലും വിനയത്തോടെ പറഞ്ഞാലും അവരുടെ അവകാശമാണ്. പ്രശ്നം എന്താണ്? ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭരണഘടന സംരക്ഷിക്കുന്ന ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ മാനങ്ങളുള്ള തെരഞ്ഞെടുപ്പല്ല. യാതൊരു തരത്തിലും വൈകാരികമായ വോട്ടുകൾ ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പല്ല. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ വെച്ച് വോട്ട് ചെയ്യുക. അത് 2026 നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് ഒരു ബന്ധവുമില്ല. ഇതേ രാഹുൽ ഗാന്ധി വന്ന് 2021 കടലിൽ ചാടിയിട്ട് കേരളത്തിൽ വല്ലതും സംഭവിച്ചോ? അപ്പോൾ രാഹുൽ ഗാന്ധി വന്നൊരു ദേശീയ തെരഞ്ഞെടുപ്പിൽ വന്നാൽ അതിന് കേരളത്തിലെ ജനങ്ങൾ അതിൻ്റേതായ നിലയ്ക്ക് മാർക്കിട്ടിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളൊക്കെ ആളുകളുടെ മനസ്സിലുണ്ട്. അവരത് ഓർത്ത് കോൺഗ്രസിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തോളൂ. BJPക്ക് ഈ തെരഞ്ഞെടുപ്പുകൾ കാര്യമായൊരു പങ്കില്ലതാനും. ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, BJP എന്ന് പറയുന്ന പാർട്ടി, സുരേഷ് ഗോപി തന്നെ ഇദ്ദേഹം ഇപ്പം അവർക്ക് ഭാരമായി കഴിഞ്ഞു.
സുരേഷ് ഗോപിയെ തന്നെ ഭാരമായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ BJP എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ പല തിരിച്ചറിവുകളുടെയും മേലെയാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരാഖ്യാനങ്ങൾക്കും വയനാട് പിടിതരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീമതി സിന്ധുമോൾ, സുരേഷ് ഗോപിയെ കുറിച്ച് കഴിഞ്ഞ ചർച്ചയിലും ഇതേപോലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അല്ല നികേഷ്, ഞാനത് മനസ്സിലാക്കുന്നതേ ഈ കുത്തിത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് പറയാമല്ലോ, കുത്തിത്തിരിപ്പ് എന്ന് പറയും. അതിന്റെ പ്രയോക്താക്കളും ഉപഭോക്താക്കളും ഒക്കെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇരിക്കുന്നവരും മറ്റും. അപ്പൊ എങ്ങനെയെങ്കിലും ജയിച്ചു പോയി ഇനി എങ്ങനെ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് നോക്കി അതിന്റെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തില് ഞങ്ങൾ പോലും അറിയാത്ത കാര്യങ്ങള് ശ്രീ സുരേഷ് ഗോപിയുടെയും BJPയുടെയും ഒക്കെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ശ്രീ അനിലിന്റെ ആ ദീർഘവീക്ഷണത്തിന് മുന്നിൽ ഞാൻ നമിക്കുന്നു. അല്ല, സുരേഷ് ഗോപി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? ഞങ്ങൾക്കുള്ളിൽ ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം ബേസിക്കലി ഒരു രാഷ്ട്രീയക്കാരനായിട്ട് വന്ന ആളല്ല എന്ന് നികേഷിന് അറിയാമല്ലോ. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ബൂത്ത് പ്രസിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏരിയ പ്രസിഡന്റ് ആയിട്ടോ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹിയായിട്ടോ ഒന്നും വന്ന ആളല്ലല്ലോ. അദ്ദേഹം വന്ന തലങ്ങൾ വേറെയാണ്. അദ്ദേഹം പാർട്ടിയെ മനസ്സിലാക്കിയിട്ടുണ്ട്, പാർട്ടി പ്രവർത്തനം മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം പൂർണ്ണമായിട്ടും സംഘടനാ പ്രവർത്തനത്തിൽ സറണ്ടർ ചെയ്ത് നിന്നുകൊണ്ടാണ് തൃശ്ശൂരിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിച്ചതെന്ന് അവിടെ പ്രവർത്തിച്ചിരുന്ന എനിക്കറിയാം. അതിൽ കൂടുതൽ ശ്രീ അനിലിന് അറിയുമോ? അതിൽ കൂടുതൽ കോൺഗ്രസുകാർക്ക് അറിയാമോ? അല്ല, സുരേഷ് ഗോപി അപ്പോൾ സുരേഷ് ഗോപിക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. അതായത് പാർട്ടിക്ക് സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറയുന്ന ഇളവ് നൽകിയിട്ടുണ്ട് എന്നാണോ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പാർട്ടിക്ക് സ്വീകാര്യമല്ലാത്ത ഒരു കാര്യങ്ങളും പറയാറില്ല. പാർട്ടിക്ക് ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണോ? അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം. അത് അദ്ദേഹത്തിന്റെ വേർഷൻ. അടൽ ബിഹാരി വാജ്പേയി എന്താണ് ഇന്ദിരാഗാന്ധിയെ വിളിച്ചത്? ദുർഗ എന്നല്ലേ വിശേഷിപ്പിച്ചത്? അയ്യോ, അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. NDAയുടെ പ്രധാനമന്ത്രി ആയിരുന്നില്ലേ? ഇല്ല, ഇന്ദിരാഗാന്ധിയെ അടൽ ബിഹാരി വാജ്പേയി ദുർഗ ഒന്നും വിളിച്ചില്ല, മാ ദുർഗ എന്നൊന്നും വിളിച്ചിട്ടില്ല. അത് ആ കാലഘട്ടത്തിൽ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചതാണ്. അത് അടൽ ബിഹാരി വാജ്പേയി തന്നെ നിഷേധിച്ചിട്ടുണ്ട്. അല്ലല്ലല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം BJP-കാരനല്ലാതായോ? അദ്ദേഹം രാജ്യത്തിന്റെ NDAയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഒരാളെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തെ പുകഴ്ത്തുന്നതോ ഇകഴ്ത്തുന്നതോ അപരാധമാണോ? അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറി ആക്രമിക്കാതെ. ആ കാര്യത്തില് സിന്ധുമോൾ കറക്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ ഇവിടെ നോക്കൂ, BJPയുടെ വളർച്ച തടയുന്നതിന് വേണ്ടി രണ്ട് മുന്നണികളും വളരെ കൃത്യമായ രീതിയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പൂട്ടിപ്പോയ അക്കൗണ്ട് തുറക്കാൻ മാത്രമല്ല, 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് മാഡം BJP മുൻതൂക്കമുള്ളത്. ആ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിവേഗം ഭരണത്തിലേക്ക് എത്താൻ സാധിക്കും. അതിനുള്ള സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറുപക്ഷത്ത് വലിയ തോതിലുള്ള രാഷ്ട്രീയ ഉദ്യമങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു സമയത്ത് ഒരു സ്ഥലത്ത് പ്രിയങ്ക ഗാന്ധി, മറുഭാഗത്ത് വേറെ കൂലങ്കഷമായ ചർച്ചകൾ. നികേഷ്, ഇവിടെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയിരിക്കുന്ന അപജയം, ശ്രീ അനിൽകുമാറിന്റെ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന അപജയത്തെ കുറിച്ച് അവർ പഠിച്ചു തീർന്നിട്ടില്ല. അവർ അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അവർക്കത് സമ്മതിക്കാതിരിക്കാൻ തരവുമില്ല. അവർക്ക് വളരെ കൃത്യമായ അപജയം കേരളത്തിന്റെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു ശ്രീ അനിൽകുമാർ പോലും സംഭവിക്കും. അത് അവരുടെ ഭരണത്തിന്റെ ഭാഗമായിട്ടും അവരുടെ രാഷ്ട്രീയത്തെ ജനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടുമൊക്കെയാണ്. അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ കൊണ്ടുവരുമ്പോൾ എന്ത് മെസ്സേജാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ കുര്യൻ സാർ പറഞ്ഞു, ഞാൻ പറഞ്ഞു വെച്ചിടത്തോട്ടേക്ക് ഒന്നുകൂടെ വരാൻ ആഗ്രഹിക്കുന്നു നികേഷ്. വയനാട്ടില് ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് 1 വർഷം 4 തവണ നടക്കേണ്ട ദിശ എന്ന് പറയുന്ന വികസന ഏകോപന സമിതിയുടെ മീറ്റിംഗില്, അതായത് 20 തവണ നടക്കേണ്ട മീറ്റിംഗിൽ വെറും 5 തവണയാണ് രാഹുൽ ഗാന്ധി പങ്കെടുത്തിരിക്കുന്നത്. പോട്ടെ, 5 തവണ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്, വീണ്ടും പറയുന്നത് കൊണ്ട് അർത്ഥമില്ലെങ്കിലും ഈ സാഹചര്യത്തിൽ കാട്ടാന ഇറങ്ങിയതിന്റെ അത്രയും പകുതി പോലും അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മറുപടി പറഞ്ഞല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞല്ലോ മാഡം. അതല്ല, നോക്കൂ, 2019 മത്സരിച്ച രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം കുറഞ്ഞിട്ടാണെങ്കിലും വീണ്ടും ആ മണ്ഡലം വീണ്ടും തെരഞ്ഞെടുത്ത് അയച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. വോട്ടർമാർ മറുപടി പറഞ്ഞല്ലോ അതിന് പിന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? പിന്നെ നിങ്ങളുടെ രണ്ടാമത്തെ വാദമാണ് ഡെനാസ്റ്റി. സിന്ധുമോൾ, അതിലേക്ക് വരിക.
അമ്മയും മകനും ഒരേ സമയം ജനസംഘത്തിൻ്റെ MP മാരായി ലോക്സഭയിലെത്തിയ കാര്യം TP സിന്ധുമോൾക്ക് അറിയാമല്ലോ. ആരാണ്? വിജയരാജ സിന്ധ്യയും മാധവറാവു സിന്ധ്യയും 1971 വന്നിട്ടുണ്ട്. പിന്നെന്താ 2 ഏട്ടനും അനിയത്തിക്കും വന്നാൽ എന്താ നിങ്ങളുടെ പ്രശ്നം? നികേഷേ, ഇവിടെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ കടിഞ്ഞാണിരിക്കുന്നത് എവിടെയാണ്? ഒരു കുടുംബത്തിന്റെ കയ്യിലാണ്. ആ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് 10-65 വർഷക്കാലത്തിനേക്കിപ്പുറത്തേക്ക് ആ കടിഞ്ഞാണ് അവർ ഇപ്പൊ മല്ലികാർജുൻ ഖാർഗെ ഇവിടെ ഇപ്പൊ പറയും, മല്ലികാർജുൻ ഖാർഗെയെ കുടുംബത്തിന്റെ അകത്തുള്ള ആളല്ലാതെ വേറൊരാളെ അവർ അധ്യക്ഷനാക്കി എന്ന് പറയും, വാദത്തിന് വേണ്ടി പറയും. പക്ഷേ ഇവിടെ ഒരു പ്രധാനമന്ത്രി 10 വർഷം ഭരിച്ച ശ്രീ മൻമോഹൻ സിംഗ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കടിഞ്ഞാൻ എവിടെയായിരുന്നു? ഈ കുടുംബത്തിന്റെ ഉള്ളിലായിരുന്നു. ആ കുടുംബാധിപത്യത്തെ ശരി, ആ നിലയിലാണ് കുടുംബാധിപത്യം പറയുന്നത്. ഒരു പാർട്ടിയെ കടിഞ്ഞാൻ വെച്ച് നയിക്കുന്നത് മാത്രമാണ് കുടുംബാധിപത്യം, അല്ലാത്തതൊന്നും ഇപ്പോൾ കുടുംബാധിപത്യം അല്ല. ഇന്ത്യ ബ്ലോക്കിലെ മുഖ്യകക്ഷി കോൺഗ്രസ് ആണ്. പ്രതിപക്ഷത്തെ ഒരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മുഖ്യകക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസ് ആണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് അടുത്ത ആഴ്ച തീരുമാനിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷാഡോ ഗവൺമെൻറ്റിൻ്റെ തലവനാണ് രാഹുൽ ഗാന്ധി. ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റത്തിൽ പ്രതിപക്ഷത്തിൽ നിന്നുകൊണ്ട് NDAയിലെ സഖ്യകക്ഷികളോട് സൗഹൃദ സംഭാഷണം ആരംഭിക്കുകയും പഴുക്കുമ്പോൾ അടിക്കുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിയിലാണ്, അല്ലെങ്കിൽ നെഹ്റു ഗാന്ധി കുടുംബയിൽ. അവിടെ രാഹുൽ ഗാന്ധിയേക്കാൾ ആ കാര്യത്തിൽ മികവ് കാണിക്കാൻ സാധിക്കുക ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിക്കായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിയെ കൂടി പാർലമെൻറ്റിലേക്ക് എത്തിക്കാനുള്ള കോൺഗ്രസിൻ്റെ ശ്രമമെങ്കിൽ അത് ഗുണം ചെയ്യില്ലേ? നമുക്കതിൽ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അവര് ഒരു പ്രശ്നത്തിൽ മാത്രമല്ല ഇടപെട്ടിട്ടുള്ളത്. നമ്മൾ ഉത്തർപ്രദേശിലടക്കം പല സ്ഥലങ്ങളിലും അവർ വളരെ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവർ പലപ്പോഴും വളരെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് പ്രിയങ്ക ഗാന്ധി. അവർക്ക് ആ പ്രശ്നങ്ങൾ അറിയാവുന്ന ആളുമാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലയിടത്തും പലരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ. ഇപ്പോൾ ഡൽഹിയിലെ 3 നമ്മുടെ ഗുസ്തിക്കാര് പെൺകുട്ടികൾ അവരുമായിട്ട് നേരിട്ട് ചർച്ച നടത്താൻ പ്രിയങ്കയ്ക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ പ്രതിപക്ഷത്ത്. അവര് പ്രത്യേകിച്ച് ഇടപെട്ടിരുന്ന ഒരാളായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അവര് വളരെ പെട്ടെന്ന്, എനിക്കൊന്ന് രാഹുൽ ഗാന്ധിയെക്കാളും വളരെ പെട്ടെന്ന് അവര് ഗ്രാജുവേറ്റ് ചെയ്ത ഒരു നേതാവായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കൊള്ളാവുന്ന ഒരു ആയുധം തന്നെയായിരിക്കും അവർ. പക്ഷെ അവരല്ലാതെ വേറെ ആരുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ ചോദിക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റു മറുപടികൾ പറയാനുള്ളൂ. അവർ ഷീസ് എമിനന്റ്ലി ക്വാളിഫൈഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺഗ്രസിന്റെ ഒരു MP ആകാൻ അവർ എമിനന്റ്ലി ക്വാളിഫൈഡ് ആണ് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അത് ഇന്ത്യ മുന്നണിക്കും. കാരണം പഴയ പാർലമെന്റ് അല്ല, 100 അംഗങ്ങളുള്ള പാർലമെന്റ്, പ്രതിപക്ഷങ്ങളുള്ള പാർലമെന്റ് അല്ല, 230-230 ആളുകളുള്ള പാർലമെന്റ് ആണ്. അവരുടെ പ്രസൻസ് എന്നുള്ളത് വളരെ വലിയ, എനിക്ക് തോന്നുന്നു നമ്മുടെ പാർലമെന്റിൽ ഒരു സജീവമായിട്ടുള്ള പ്രസൻസ് ആകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് അക്കാര്യത്തിൽ തർക്കമില്ല. ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇത്ര പെട്ടെന്നാണ് രാഷ്ട്രീയം മാറുന്നത് എന്നുള്ളതാണ്. ഒരൊറ്റ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും നരേന്ദ്രമോദി പാസ്റ്റായി മാറുകയാണ് എന്നും ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യ ബ്ലോക്കാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് രാഹുൽ ഗാന്ധി ചെറുപ്പമാണ്, പ്രിയങ്ക ഗാന്ധി അതിനേക്കാൾ ചെറുപ്പമാണ് എന്നുള്ള നില വരുന്നത്. അപ്പോൾ കാറ്റ് എങ്ങോട്ടാണ് മാറി വീശുന്നതെന്ന് രാഷ്ട്രീയക്കാരെ പോലെ നന്നായി അറിയാവുന്ന വേറെ ആളുകളില്ലല്ലോ. പെട്ടെന്ന് തന്നെ അവർ നിലപാട് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇന്ന് ഫിനാൻസ് ടൈംസിന് രാഹുൽ ഗാന്ധി നൽകിയ ഒരു ഘടകകക്ഷി ഇതിനകം ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ചെറിയൊരു പ്രശ്നം മതി ഇത് വീഴാൻ എന്നുള്ളതാണ്. ചിലപ്പോൾ വീഴാൻ അത്ര ചെറിയ പ്രശ്നങ്ങളൊന്നും പോരായിരിക്കും, പക്ഷെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഓപ്പോസിഷൻ യൂണിറ്റിയെ സിമെൻ്റ് ചെയ്യാൻ കഴിയുകയും വേണം അതിനോടൊപ്പം എന്നുള്ളതാണ്. ആ ദൗത്യം കോൺഗ്രസിൽ നിക്ഷിപ്തമാണ് എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധി ആഡ് ഓൺ ചെയ്യപ്പെടുമ്പോൾ അതൊരു സവിശേഷതയായി, അതൊരു അസറ്റായി കോൺഗ്രസ്സുകാർ തന്നെ കാണുന്നത്. അതെ നികേഷ്, ഏത് മുന്നണിയാണെങ്കിലും പാർട്ടിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഒരു ചെറിയ സ്ഥാപനമാണെങ്കിലും വലിയ സ്ഥാപനമാണെങ്കിലും നേതാവ് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ആ സ്ഥാപനത്തിൻ്റെ ആണെങ്കിലും പാർട്ടിയുടേതാണെങ്കിലും മുന്നണിയുടേതാണെങ്കിലും വളർച്ചയ്ക്ക് ആ നേതാവിൻ്റെ കോൺട്രിബ്യൂഷൻ പ്രധാനമാണ്. അത് യാതൊരു സംശയമില്ല. രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും അങ്ങേയറ്റം ശോഭിക്കും. കാരണം നേരത്തെ KJ ജേക്കബ് പറഞ്ഞതുപോലെ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു പ്രത്യേക ജാമുണ്ട്, യാതൊരു സംശയമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ഒരമ്മയും 2 മക്കളുമാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിൽ ആദ്യത്തെ 3 പേർ.
അതൊരു പ്രധാനപ്പെട്ട നമ്മളൊക്കെ പറയുന്നൊരു ആരോപണം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ആ കുടുംബം നെഹ്റുവിനെ എന്തുകൊണ്ട് എസ് എ ഡാങ്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാൻ എസ് എ ഡാങ്കെ ഇഷ്ടപ്പെട്ടു? കാരണം നെഹ്റുവിൻ്റെ സുതാര്യത, അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ബോധം, അദ്ദേഹത്തിൻ്റെ മതേതര കാഴ്ചപ്പാട്, അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഒക്കെ വിഭാവന ചെയ്യുന്ന ഒരു ഇൻക്ലൂസിവിറ്റി, ഈ 3 ഘടകങ്ങളുമാണ് ഡാങ്കയെ ആകർഷിച്ചത്. പക്ഷേ CPI സംബന്ധിച്ചിട്ട് 78-ൽ ഭട്ടിൻ്റെ പ്രമേയത്തിൽ അവർ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് ഇടതുപക്ഷത്തിൻ്റെ ചേരിയിലേക്ക് നിൽക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും വലിയ ഭരണം മാറ്റമൊക്കെ ഉണ്ടായത്. സംശയമൊന്നുമില്ല, അതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം. ആ നയം അതുപോലെ നിൽക്കട്ടെ. പക്ഷേ ആ ഇടതുപക്ഷവും ഇന്ന് കോൺഗ്രസിൻ്റെ കൂടെയാണ് ഇന്ത്യ മുന്നണിയിൽ എന്ന കാര്യം കൂടെ മറക്കരുത്. തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഇടം തന്നെ ജനങ്ങൾ കൊടുക്കും, പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങൾ കൊടുക്കും എന്ന് തന്നെയാണ്. ഒന്നുമല്ലെങ്കിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വാക്കുകൾ പറയാത്തവരാണല്ലോ അവർ. അതൊരു വലിയ കാര്യമാണ് നികേഷ്. വിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും വിഷം നിറച്ച വാക്കുകൾ പറയാത്തവരല്ലേ? അവർക്ക് ഇന്ത്യ മഹാരാജ്യം ഒരു വലിയ പ്രസക്തി ഒരു വലിയ പ്രാധാന്യം കൊടുക്കും എന്ന് തന്നെയാണ്. റൈറ്റ്, വളരെ നന്ദി ഈ വിഷയത്തിൽ സംസാരിച്ചതിന് പ്രൊഫസർ PJ കുര്യൻ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് K അനിൽകുമാർ, ഒപ്പം തന്നെ സിന്ധുമോൾ, KJ ജേക്കബ് ജോർജ്.